ഹായ്, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഡേ വിത്ത് സുജ ആർ മോഹൻ സീരീസിന്റെ ഡേ 33ലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പോൾ എല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിട്ടിരിക്കാം. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകളുടെ പുറകെ പോകാതിരിക്കട്ടെ. ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും വിജയിക്കണം അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന സക്സസ്സിലേക്ക് എത്തണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ടീച്ചർമ്മ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കണം കേട്ടോ മക്കളെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഗാലറിയിലിരുന്ന് കളി കാണാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ ഇത്തിരി പാടാം. പല ആളുകളും പലരെയും നോക്കി പറയുന്നത് കണ്ടിട്ടില്ല. ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഫുട്ബോൾ മത്സരം, പോർച്ചുഗലിന്റെ മത്സരത്തിൽ റൊണാൾഡോ ഇത്തവണ വളരെ മോശം പ്രകടനമായിരുന്നു. റൊണാൾഡോ കളിച്ചില്ല, ഇവനെന്താ നന്നായിട്ട് കളിച്ചു. ഇപ്പൊ കിളവനായല്ലോ, ഇനിയിപ്പം ഇവനെ കൊണ്ട് കളിക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിമർശന ശരങ്ങൾ ഏൽപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഗാലറിയിലിരുന്ന് പറയാം, ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് അടിക്കടാ, അടിച്ചു പുറത്ത്, ഇതൊക്കെ ഈസി, ഞാനാണെങ്കിൽ ഇപ്പൊ തകർത്തേനെ പൊളിച്ചേനെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ, ഭയങ്കര ആരവം. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പലപ്പോഴും പലരും ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ടീച്ചറും ഒരു കഥ പറഞ്ഞുതരാം. ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അനു എന്നാണ് പേര്. അവൾ ഇതുപോലെ സ്കൂളിലെ ഫുട്ബോൾ മത്സരം നടക്കുന്ന സമയത്ത് ഗാലറിയിലിരുന്ന് ഭയങ്കരമായിട്ട് കളിക്കുന്നവരെ വിമർശിക്കും. അയ്യോ ആ ബോള് മിസ് ചെയ്തു, ഞാനായിരുന്നു ഇപ്പം എപ്പോഴും അതൊക്കെ ഗോളാക്കി തകർത്തേനെ പൊളിച്ചേനെ, ഈ ഒരു വിമർശനമായിരുന്നു. അങ്ങനെ അടുത്ത ദിവസം അവിടുത്തെ കായിക അധ്യാപകൻ വന്നിട്ട് പറഞ്ഞു, അനു നാളത്തെ മത്സരത്തിൽ നീയും ഉണ്ട് കേട്ടോ. അപ്പോൾ അനു പറഞ്ഞു, ഓ ശരി സാർ, സൂപ്പർ, ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത ദിവസത്തെ കളിക്ക് ആൾ പോയി. അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൾ ഓടുമ്പം ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നു, ശ്വാസം മുട്ടുന്നു. പന്ത് വന്ന് അടുത്ത എതിർ ടീം അംഗങ്ങൾ വന്ന് പന്ത് തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ആകെ നിരാശ, വിഷമം, ആ വെയിലിൻ്റെ കാഠിന്യം ഒക്കെ കൊണ്ട് കണ്ണിരുളിച്ചിട്ട് ആൾ കളിച്ച് തീർത്ത പാടൊട്ടുണ്ട്. ഒട്ടും ആൾക്ക് അതിൽ ശോഭിക്കാൻ പറ്റിയില്ല. അപ്പോഴാണ് അനുവിന് മനസ്സിലാകുന്നത്, ഈ പറയാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പലരും പറയും, പിന്നെ അവർ ബിസിനസ് ചെയ്യുന്നു, ആ ബിസിനസ്സൊക്കെ പിന്നെ ചെയ്യാൻ വല്ല പാടുണ്ട്, പരീക്ഷയ്ക്ക് പിന്നെ നല്ല മാർക്ക് പിടിക്കും, ഇതൊക്കെ ആർക്കാ പറ്റാതെ, ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള പണിയാണ്. വീണ്ടും ഞാൻ പറയുകയാണ്, മറ്റുള്ളവർ അവരുടെ ജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് പറയും, ഇവരെന്താ ഇങ്ങനെ, അവർക്കെന്താ ഇങ്ങനെ ജീവിച്ചൂടെ. നമുക്കറിയില്ല. ഓരോ മനുഷ്യരും അവരവരുടെ ജീവിതത്തിൻ്റെ ബാറ്റിൽസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവരുടെ ഉള്ളിൽ എന്താ നടക്കുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്താ, ആളുകൾ ഏത് അവസ്ഥയിലാണ് കടന്നു പോകുന്നതെന്ന് പോലും നോക്കാതെ ആരെക്കുറിച്ചും എന്തും പറയുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ സ്ഥാനത്ത്, അവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ അല്ലേ, ആ ഒരു അവസ്ഥയിൽ എങ്ങനെയായിരിക്കും അതിനെയൊക്കെ തരണം ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുപോലെ മറ്റുള്ളവരെ നോക്കിയിട്ട് അവർ ശരിക്കും ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ അവരെങ്ങനെയുള്ള വ്യക്തിയോ ഒന്നും നോക്കാതെ എന്തും പറഞ്ഞു പരത്തുന്ന അങ്ങനെയുള്ള നേച്ചർ ഉള്ളവർ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക. എൻ്റെ മക്കൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാം, നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എന്നെ ഫോളോ ചെയ്യുന്ന ഓരോരുത്തരും എപ്പോഴും നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കണം. ടീച്ചറമ്മയെ ജീവിച്ച് കാണിച്ചു തരുന്നത് അത് തന്നെയാണ്. ലൈഫിൽ വിജയിക്കണമെങ്കിൽ എപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ നന്മ, മനസ്സിൽ നന്മയുള്ളവർക്ക് മാത്രമേ കൂടുതൽ ജീവിത വിജയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ, ലവ് യു.